കലോത്സവ വേദികളിൽ ആളും ആരവവും നിറയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. മുഖ്യവേദിയിൽ നിന്ന് ശ്രീകുമാർ ചേരുന്നു കലോത്സവ വിശേഷങ്ങളുമായി. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യവേദിയായ MG നിലയിലാണ്. ഇവിടെയാണ് ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ സമാപന ചടങ്ങുകളും നടക്കുന്നത്. ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി നിർമ്മിച്ച പന്തലാണ്. തൂണുകളില്ലാത്ത പന്തൽ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. മാധ്യമങ്ങൾക്കുള്ള ഇരിപ്പിടം അടക്കം ഇനി ഈ കസേരകളൊക്കെ നാളെ മുതൽ നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥ. അത്രയും ആവേശവും ആകാംക്ഷയും ഒക്കെയാണ് നമുക്ക് ഈ മുഖ്യവേദിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. 2014 അവസാനമായി തിരുവനന്തപുരം വേദിയാകുന്നത്. ഏതാണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായി വളർന്ന ഈ മേളയിൽ 15,000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. 1957 ഈ കലോത്സവം തുടങ്ങി. നേരത്തെ അത് യുവജനോത്സവമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളായി അത് കേരള സ്കൂൾ കലോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തദ്ദേശ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി ഇതിന്റെ മത്സര ഇനങ്ങളാകുന്നുള്ള ഒരു പ്രത്യേകത. അതായത് മംഗലംകളി, പണിനൃത്തം, പളിയനൃത്തം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ നൃത്തരൂപങ്ങൾ. ഇങ്ങനെ അന്യം നിന്നു പോകുന്ന കലാരൂപങ്ങളെ ഈ കുട്ടികളുടെ ഇടയിൽ കൂടുതൽ പ്രചാരമുണ്ടാക്കി അത് പുതിയ തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു കലോത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ഈ മുഖ്യവേദിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും, അതായത് ഈ കലവറ മുതൽ സംഘാടനം വരെ മികച്ച സംഘാടന മികവ് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ തവണ കൊല്ലത്ത് നമ്മൾ കണ്ടതാണ്. സംഘാടന മികവ് കൊണ്ട് ഏറെ ശ്രദ്ധേയമായ കലാമേളയായിരുന്നു കഴിഞ്ഞ തവണ കൊല്ലത്ത് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഈ 63ാമത് കലോത്സവം ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം ആതിഥേയത്വം ആടുമ്പോൾ അതിന്റെ എല്ലാ ഒരുക്കങ്ങളും അത് എങ്ങനെ അവിസ്മരണീയമാക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇതിന്റെ സംഘാടകർ. ഏതാണ്ട് ഈ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്.